ഇനി നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. സോ അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇത് ഫംഗ്ഷൻസ് ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഉൾപ്പെടുത്താം കേട്ടോ. ഫംഗ്ഷൻസ് ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉൾപ്പെടുത്താം. ഫണ്ടമെന്റൽസിന്റെ കേസിൽ തന്നെ നമുക്ക് പെടുത്താം. ഓക്കെ റെഡി. അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ഫംഗ്ഷനകത്ത് വേണമെങ്കിലും നമുക്ക് ഉൾപ്പെടുത്താം കേട്ടോ. റെഡി. നോർമലി പറഞ്ഞാൽ ഫംഗ്ഷൻസ് ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ ഫണ്ടമെന്റൽസിനകത്ത് പെടുത്താം കേട്ടോ. റെഡി. അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്നാണ് തന്നിരിക്കുന്നത് ഫംഗ്ഷൻ. ഇതിന്റെ വാല്യൂ നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് വിചാരിക്കുന്നത്. സോ ഞാൻ ആദ്യം ഈ ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളത് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. സോ ആദ്യം എഫ് ഓഫ് എക്സിന് ഞാൻ എങ്ങനെ എടുക്കുന്നു, 2x into 2 square 4 ആണ്, പ്ലസ് 16. ദെൻ താഴെ 2x into 2 പ്ലസ് 2x into 2 16 പ്ലസ് 32 എഴുതും. റെഡി അല്ലേ? സോ ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 4 കോമൺ എടുത്താൽ 2x പ്ലസ് 4 വരും. താഴെ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x പ്ലസ് 8 2x പ്ലസ് 16 വരും. റെഡി അല്ലേ? സോ ഇനി ഇത് കട്ട് ചെയ്ത് കളയാൻ നമുക്ക് 2 into 2x പ്ലസ് 4 ഡിവൈഡ് ബൈ 2x പ്ലസ് 4 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 2/2x പ്ലസ് 4 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? റെഡി. സോ മക്കളെ ഇനി നിങ്ങൾ എന്താ നോക്കിയേ, ഇവിടെ നമുക്ക് 8 into f of 1/5 f of 2/15 then f of 59/15 ആണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് നോക്കിയേ, ഈ f of 59/15 എന്ന് പറഞ്ഞാൽ നമുക്ക് ദാണ്ട് ഇങ്ങനെ എഴുതത്തില്ലേ, f of 4 minus 1/15 എഴുതാമല്ലോ. റെഡി അല്ലേ? സോ അങ്ങനെയാണെങ്കിൽ ശരിക്കും ഇത് എങ്ങനെ എഴുതാം, f of 4 minus x അല്ലെ. സോ 4 minus 1/15 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് എന്ന് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ കൊടുക്കാമല്ലോ. സോ അങ്ങനെയാണ് നമുക്ക് ഇത് എന്ത് കിട്ടും, 2 ഡിവൈഡ് ബൈ 2⁴ മൈനസ് എക്സ് പ്ലസ് 4 എന്ന് വരും അല്ലെ. സോ നെക്സ്റ്റ് 2 ബൈ നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്താൽ 16/2x പ്ലസ് 4 എന്ന് വരും. സോ സിംപ്ലിഫൈ ചെയ്താൽ 2 into 2x ഡിവൈഡ് ബൈ 4 into 4 പ്ലസ് 2x വരും. സോ ഇത് കട്ട് ചെയ്ത് കളയാൻ നമുക്ക് ഇവിടെ 2 വരും. ഓക്കെ റെഡി. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, ഇനി നമുക്ക് എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ ഈ എഫ് ഓഫ് 4 മൈനസ് എക്സും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ആഡ് ചെയ്യാം അല്ലെ. സോ എഫ് ഓഫ് എക്സും അതുപോലെ തന്നെ എഫ് ഓഫ് എക്സ് നമ്മുടെ കയ്യിലുണ്ട്, ഇതാണ് നമ്മുടെ വാല്യൂ വരുന്നത്. പിന്നെ എഫ് ഓഫ് 4 മൈനസ് എക്സ് നമുക്ക് ഇതാണ് വാല്യൂ വരുന്നത്. സോ രണ്ടും കൂടെ ഞാൻ ആഡ് ചെയ്തതിന് എനിക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1/2 എന്നായിരിക്കും എനിക്ക് എന്ത് കിട്ടുന്നത്, എന്റെ വാല്യൂ കിട്ടുന്നത്. ഈ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ. സോ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനി നമ്മൾ കപ്ലിംഗ് ചെയ്യുവാണ്. നോക്കിയേ, ഇവിടെ 8 into അതുണ്ട്, എഫ് ഓഫ് 1/15 എഫ് ഓഫ് 59/15 നമുക്ക് 1/15 കിട്ടി. അതുപോലെ തന്നെ നമുക്ക് എന്ത് കിട്ടും, അടുത്തടുത്ത ടേമുകളെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കപ്പിൾ ചെയ്ത് വിടാം. ഓക്കെ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനലി പിന്നെ ഇതൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് എഫ് ഓഫ് 29/15 അതുപോലെ തന്നെ എഫ് ഓഫ് 31/15 അത് നമുക്ക് എത്ര കിട്ടാം, നമുക്ക് 1/2 എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ അങ്ങ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എഴുതിക്കൊണ്ടിരിക്കാം. ദെൻ ഒരെണ്ണം മാത്രം നമുക്ക് മിച്ചം വരും, ഏത് എഫ് ഓഫ് 13/50 കിട്ടും, 30/50 കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ എഫ് ഓഫ് 2 തന്നെ വരും. എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2/2² പ്ലസ് 4 വരും, ദാറ്റ് ഈസ് 2/8. നമുക്കത് എത്ര കിട്ടും, 1/4 എന്ന് കിട്ടും. ക്ലിയർ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര എണ്ണം കിട്ടും, 8 into ബാക്കി അത് എത്ര എണ്ണം വരും, 29 times 1/2 വരും. ദെൻ ഒരു 1/4 നമുക്ക് കിട്ടും. സോ ഇതായിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ, 118 എന്ന് കിട്ടും. റെഡിയാണോ? 118 ആയിരിക്കും നമ്മുടെ ഫൈനൽ ആൻസർ, ഓപ്ഷൻ എ. ക്ലിയർ?